നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് നടന്ന തൃത്താല കോൺഗ്രസ് നേതൃയോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വീഡിയോ ദൃശ്യം പുറത്ത്. കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ ആളെ DCC ഭാരവാഹിയാക്കിയതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. നിങ്ങൾ DCC ഭാരവാഹികളൊക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു ബാങ്കിന്റെ, ഞാനടക്കമുള്ള ഒരു ബാങ്കിന്റെ ഡയറക്ടറോടാണ്. ആ ബാങ്കിന്റെ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ മൂന്ന് തവണ പരാതി നൽകിയിട്ടുള്ള ഒരാൾ. ആ ആള് അടുത്ത വീണ്ടും ഈ സ്ഥാനത്തേക്ക് വരുന്ന അറിഞ്ഞുകൊണ്ട് ഒരു 1.5 വർഷം മുന്നേ അന്നത്തെ മന്ത്രിമായിട്ടുള്ള ആര് പരാതി കൊടുത്തതാണ്. ഇതൊന്നും അവരൊക്കെ എടുക്കാതെ അവരൊക്കെ DCC സെക്രട്ടറി ആക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കാം, ഇതാണ് ഈ കള്ളന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി പരിഹരിക്കുന്നു ചോദിക്കുമ്പോൾ അതിന് മറുപടി ഞങ്ങൾക്ക് പറയണം. പരിഹരിക്കണം. പരിഹരിക്കുന്നതല്ല, അങ്ങനെ കഴിയില്ല. അങ്ങനെ ഏകപക്ഷീയമായി കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ ആളെ DCC ഭാരവാഹിയാക്കിയതിനാലാണ് പ്രതിഷേധം. VT ബൽറാമിന്റെ നോമിനിയെ പാലക്കാട് DCC സെക്രട്ടറിയായി നിയമിച്ചതിനെ ചൊല്ലി AI വിഭാഗങ്ങൾ VT ബൽറാം ഗ്രൂപ്പുമായി തർക്കമുണ്ടാക്കുകയായിരുന്നു. തർക്കം പിന്നീട് രൂക്ഷമായ വാക്കേറ്റത്തിലേക്കും ഉന്തം തള്ളിലേക്കും എത്തി. DCC പ്രസിഡന്റ് A തങ്കപ്പന്റെയും KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്ററുടെയും സാന്നിധ്യത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സംഭവത്തെ തുടർന്ന് യോഗം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. CCTV ന്യൂസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് തിരുത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് KSTA രംഗത്ത്. പ്രോഗ്രാമിലുണ്ടായ ക്രമക്കേടിന് പിന്നാലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും KSTA നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിക്കൊണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയത്. AO നടത്തിയ അന്വേഷണത്തിൽ സ്കൂളിലെ 2 അധ്യാപകർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിർദ്ദേശത്തെ മറച്ചുവെക്കുകയും കുറ്റാരോപിതരായ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട അധ്യാപകർക്ക് ഗവൺമെന്റ് ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങിക്കൊടുക്കുവാനുള്ള അവകാശമാണ് നൽകിയതെന്നും KSTA ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ക്രമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ലെന്നാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതലപ്പെട്ടവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മത്സരഫലവുമായി ബന്ധപ്പെട്ട രേഖകൾ, ജഡ്ജ്മെന്റ്, ടാബ്ലിക്കേഷൻ ഷീറ്റ്, ഡീകോഡിംഗ് ചെയ്യാൻ ആവശ്യമായുള്ള മറ്റു രേഖകൾ എന്നിവയെല്ലാം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നും പുറത്തുപോയിട്ടുണ്ടെന്നും KSTA സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇക്കാര്യം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും KSTA നേതാക്കൾ പട്ടാമ്പി പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആദ്യത്തെ ദിവസമാണ് 11 മുതൽ 15 വരെ നടന്ന കലോത്സവത്തിൽ നവംബറിൽ 11-ാം തീയതിയാണ് ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതിന് റിസൾട്ട് 12-13 ജഡ്ജസ് തയ്യാറാക്കി കൊടുത്തതാണ്. പക്ഷേ ഈ റിസൾട്ടുകൾ മുഴുവൻ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നത് അവസാനത്തെ ദിവസമാണ്. അതുവരെ ഈ പോയിന്റിന്റെ ക്രമം ഇങ്ങനെ നോക്കി തങ്ങൾക്ക് അഗ്രിഗേറ്റ് കിട്ടാൻ കഴിയാവുന്ന രൂപത്തിൽ ഈ റിസൾട്ട് ചേർക്കാതെ, സോഫ്റ്റ്വെയറിൽ ചേർക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രോഗ്രാം കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ നടക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇത് കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അത് കേവലം ആരെങ്കിലും ശിക്ഷിക്കുക എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരള സ്കൂൾ കലോത്സവം എന്ന ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു കൗമാര കലോത്സവത്തിന്റെ സുതാര്യത ജനങ്ങൾക്കാകെ ബോധ്യപ്പെടണമെങ്കിൽ അതിന്റെ കൃത്യമായി എന്ത് നടന്നു എന്ന്, എന്താണ് ഗൂഢാലോചന എന്ന്, ആരൊക്കെ പങ്കാളികളാണ് എന്ന് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ നടന്നിട്ടുള്ളത് AEOയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക അന്വേഷണമാണ്. ആ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നിലവിൽ നടന്ന് ഈ 2 പേര് കുറ്റം ഏറ്റെടുത്ത് അവിടെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രിലിമിനറി ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി ഇത് അന്വേഷിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല, പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് ഇത് മാറിയിരിക്കുന്നു. KSTA ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഒരു വിജിലൻസ് അന്വേഷണം ഗവൺമെന്റ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ എന്താണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം KSTയുടെ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺലൈൻ സോഫ്റ്റ്വെയർ മുഖേനയാണ്. ഇതിന്റെ പാസ്വേഡ്
പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈമാറുന്നത് ജനറൽ കൺവീനർക്കും പിന്നീട് ജനറൽ കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നതെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട സോഫ്റ്റ്വെയർ പാസ്വേഡ് ആർക്കൊക്കെയാണ് പ്രോഗ്രാം കമ്മിറ്റി നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ക്രിമിനൽ ഗൂഢാലോചനയും അതിനനുസരിച്ചുള്ള ഗൗരവമായ കുറ്റകൃത്യവും ഉപജില്ലാ കലോത്സവത്തിന് മത്സരങ്ങൾ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ഇത്തരത്തിൽ ഒരു ക്രമക്കേട് ആവർത്തിക്കാതിരിക്കുവാനും കുറ്റക്കാർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പിനും മറ്റു മേലധികാരികൾക്കും പരാതി നൽകുമെന്നും KSTA വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞ 2 അധ്യാപകരെ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. ജംഷീദ് അലി എന്ന് പറയുന്ന അധ്യാപകനും സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകനും. ഈ 2 അധ്യാപകരും ഇടതുപക്ഷ അധ്യാപക സംഘടനാ പ്രവർത്തകരാണ് എന്നാണ് വീക്ഷണം പത്രം പറയുന്നത്. ഈ രണ്ടുപേരും KHSTU എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനാ അംഗങ്ങളാണ്. അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ്. അതിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും. പക്ഷെ വീക്ഷണം പത്രം പറയുന്നു ഇവർ രണ്ടുപേരും KSTA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് വീക്ഷണം പത്രത്തിൽ മാത്രം. വീക്ഷണം പത്രം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുള്ളത് മൊബൈലിലൂടെ വന്ന സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ്. പത്രം ഇവിടെ ഞങ്ങൾക്ക് ലഭ്യമല്ല എന്നുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം പ്രചരിച്ചുകൊണ്ടിരിക്കും. അത് ഒരു മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാണമില്ലായ്മയാണ്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ചെയ്തൊരു കുറ്റം മറ്റാരുടെയെങ്കിലും പേരടിക്ക് കയറ്റി വെച്ച് പോകുന്ന ഒരു നാണമില്ലായ്മയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ അതുകൂടി പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ തുക ലഭ്യമാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസങ്ങളായി വിവിധ പരിപാടികളോടെയാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷം കൊണ്ടാടിയത്. വജ്രജൂബിലി ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. സ്കൂളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കുമെന്നും VK ശ്രീകണ്ഠൻ MP സൂചിപ്പിച്ചു. ഇനിയും ഒരുപാട് തലമുറയ്ക്ക് ഏറ്റവും നല്ല വെളിച്ചമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പേരെ ഇനിയും വളർത്തി വലുതാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ പഴയ കാലത്ത് വ്യത്യസ്തമായി ആധുനികതയുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്. പുതിയ തലമുറയ്ക്ക് ഇത്രയേറെ അവസരങ്ങളുള്ള ഒരു കാലം, ഇത്രയേറെ ഭാഗ്യം ചിന്തിച്ച ഒരു തലമുറ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഠിക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ മികവും കുട്ടികളെ വല്ലാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നു. നല്ല ബുദ്ധിപരമായുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. മാത്രമല്ല മുമ്പൊക്കെ കലാമത്സരങ്ങളും അല്ലെങ്കിൽ മറ്റ് സാഹിത്യ മത്സരങ്ങൾ നടക്കുമ്പോൾ ഏതാനും ചില വിരലിൽ എണ്ണാവുന്ന ഒരു പങ്കെടുക്കും. ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ പോയാൽ അവിടെയുള്ള ഭൂരിപക്ഷം പേരും സ്പോർട്സിലും ആർട്സിലും മറ്റെല്ലാ മേഖലയിലും സകല കലയിലും അവര് തിളങ്ങുകയാണ്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിരമിക്കുന്ന അധ്യാപകരായ P. നിർമ്മല, PT. മനോഹരൻ, KC. ജാനകി, സോജ, സുമം ജോസഫ് തുടങ്ങിയവർക്ക് യാത്രയപ്പം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പ്രിൻസിപ്പൽ K. വിജയൻ, PTA പ്രസിഡന്റ് C. റാസി, പ്രധാന അധ്യാപിക T. രാധ, നഗരസഭാ ഉപാധ്യക്ഷൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ KT റുക്കിയ, കൗൺസിലർമാരായ C. സംഗീത, KR. നാരായണസ്വാമി, CS. സാജിദ്, PTA ഭാരവാഹികളായ T. കൃഷ്ണദാസ്, PC. ഷാനവാസ്, PG. ബിനി, KP. പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 6 വയസ്സുകാരി അധിഷ്ഠ ശ്രീ ജ്യോതി എന്ന കാർത്തുവിന്റെ നൃത്തഭംഗി കലാപ്രേമികൾക്ക് ആവേശമായി. ചാലുശ്ശേരി മുലിയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ 7ാം കൂത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാത്രി മൈതാനത്ത് ജനകീയ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ തിരുവരങ്കൻ കലാവിരുന്നിലാണ് കൊച്ചുമിടുക്കിയുടെ നൃത്തപ്രകടനം സദസ്സ് ആവേശത്തോടെ ആസ്വദിച്ചത്. തൃശൂർ പുഴയ്ക്കൽ മാരാത്ത് വീട്ടിൽ ശ്രീജിത്ത് ദിവ്യ ദമ്പതിമാരുടെ മകളാണ് അധിഷ്ഠ. LKG വിദ്യാർത്ഥിയാണ്. കലാസംഘത്തിലെ കലാകാരന്മാരോടൊപ്പം പാട്ടിനൊപ്പം താളത്തിനനുസരിച്ച് മനോഹരമായ ചുവടുകൾ വെച്ച് കാർത്തു സദസ്സിന്റെ കയ്യടി നേടി. നിരവധി പേർ കൊച്ചുമിടുക്കിക്ക് ഉപഹാരങ്ങൾ നൽകി. തിരുവരങ്കൻ ഫോക്ക് അക്കാദമി കലാവിരുന്നിൽ വേഷം കിട്ടുന്ന പിതാവ് ശ്രീജിത്ത് പാട്ടുകാരിയുമായ അമ്മയുടെ പാത പിൻതെറ്റിയാണ് മകൾ ചെറുപ്രായത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. CCTV ന്യൂസ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അനീത ഞായർ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം
പള്ളിക്കകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്രതീകാത്മക ഖബറിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലെത്തി മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കല്ലറയിൽ പ്രാർത്ഥന നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ അനീദെ ആചരണത്തിൽ പങ്കെടുത്തു. നേർച്ച വിതരണവുമുണ്ടായി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം അന്തരിച്ച എം ശിവശങ്കരൻ മാഷിന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. പെരിങ്ങോട് തണൽ വസതിയിലെ വീട്ടുവളപ്പിൽ ഒരുക്കിയ ചിതയിലേക്ക് മക്കളായ ജയൻ ശിവശങ്കരൻ, ഡോക്ടർ അനൂപ് ശിവശങ്കരൻ എന്നിവർ അഗ്നി പകർന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി അദ്ദേഹത്തിന്റെ തണൽ വീട്ടിലെത്തിയിരുന്നു. കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ എം ശിവശങ്കർ മാഷിന്റെ വിയോഗം നാടിന്റെ തീരാനഷ്ടം കൂടിയായി മാറി. 6 പതിറ്റാണ്ടിലേറെക്കാലം സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ശിവശങ്കരൻ മാഷ് കുറച്ചുകാലമായി എഴുത്തും വായനയുമായി തണൽ വീട്ടിൽ കഴിയുകയായിരുന്നു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ്, പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം, ഞാങ്ങാട്ടിരി യുവകാഹളം ആർട്സ് ക്ലബിന്റെയും ജനകീയ വായനശാലയുടെയും പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായിരുന്ന ശിവശങ്കരൻ മാസ്റ്റർ സംഗീതജ്ഞൻ, കഥാപ്രാസംഗികൻ, നാടൻ കലാഗവേഷകൻ, ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ അത്ലറ്റിക് മത്സരങ്ങളിൽ നടത്ത മത്സരത്തിലും ലോങ് ജമ്പിലും സ്വർണവും റിലേ മത്സരത്തിൽ വെള്ളിയും നേടിയ പെരിങ്ങന്നൂർ സദാശിവ മാധവ ബാലസദനത്തിലെ അജിത്തിനെ തപസ്യ തിരുമിറ്റക്കോട് പഞ്ചായത്ത് യൂണിറ്റ് ആദരിച്ചു. പ്രശസ്ത കലാകാരൻ മോഹൻ കടവാരത്ത് പുരസ്കാരദാനം നിർവഹിച്ചു. ഷൊർണൂർ രവി, കെ കരുണാകരൻ ഉണ്ണി, സുരേഷ് കെ, പീതാംബരൻ CK, രാജേഷ് കെ, VP വീരമണി, വിജയൻ VP, ഗംഗാധരൻ VP, വിശ്വംഭരൻ CK എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നവോത്ഥാന സമ്മേളനം നടത്തും. 26-നാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26-ന് മേലെപ്പട്ടാമ്പി ചിത്രാവട്ടത്തിൽ വെച്ച് നവോത്ഥാന സംഗമം നടത്തുന്നത്. രാവിലെ 9 മണിക്ക് സ്വാസംഘം വർക്കിംഗ് ചെയർമാൻ KP വാപ്പുട്ടി പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. തുടർന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നവോത്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമസ്ത കേന്ദ്ര മുഷവറ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് BAC കുട്ടി ഹാജി ആമുഖ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരാധനാ സംരക്ഷണ നിയമം, വഖാഫ് ബില്ല്, ഏക സിവിൽ കോഡ്, സമസ്ത പിന്നിട്ട നാൾവഴികൾ, മഹലുകൾ നമുക്ക് ശാന്തി തീരങ്ങളാകാം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും നടക്കും. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി ഫൈസി ഓണംപള്ളി, അബ്ദുസമദ് പൂക്കോട്ടൂർ, ഡോക്ടർ KT ഹാരിസ് ഹുദ്വി കുറ്റിപ്പുറം എന്നിവർ വിഷയാവതരണം നടത്തും. തുടർന്ന് നടക്കുന്ന ചർച്ച സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി അലവി ഫൈസി കുളപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. വഖാഫ് ബില്ല്, ഏക സിവിൽ കോഡ് എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധ സംഗമവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ഉപാധ്യക്ഷനും സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട CK ബഹുമാനപ്പെട്ട MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധരായ പ്രഭാഷകരായ അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഹാരിസ് ബാക്കവി എന്നിവർ കാലികമായ വിവിധങ്ങളായ വിഷയങ്ങൾ, ഉദാഹരണം വഖഫ് ബില്ല്, ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ആരാധനാലയ നിയമങ്ങൾ, സംരക്ഷണ നിയമം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളും അതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കർമ്മ പദ്ധതികളും ഈ പരിപാടിയിൽ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതിനെ സംബന്ധിച്ച് വിശദമായി ഇവിടെ വിശകലനം ചെയ്യേണ്ടതില്ല. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയുന്നത് വിധം പോലെ അതിന്റെ കീഴ്ഘടകങ്ങളായ 14ഓളം കീഴ്ഘടകങ്ങൾ, അതിൻ്റെതായ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന പരിപാടിയിൽ ഒരു വർഷത്തിൽ 70ഓളം കുട്ടികളുടെ വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാരമതികളായ പല ആളുകളുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് ഇതൊക്കെ നടത്തുന്നത്. ഇങ്ങനെയുള്ള പല പരിപാടികളും നടത്തുന്ന ഈ സംഘടന
വൃദ്ധരായ നിരാലംബരായ ആളുകളുടെ വിദ്യാഭ്യാസപരമായ സാമൂഹികപരമായ സാംസ്കാരികമായ എല്ലാ തരത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു പ്രവർത്തനം. ഈ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ പി വാപ്പുട്ടി, ജനറൽ കൺവീനർ BSc കുട്ടി ഹാജി, യൂസഫ് ഹാജി കാരക്കാട്, ഹമീദ് ഹാജി, എസ് സെയ്ദ്, പി സെയ്ദലവി, TP ഉസ്മാൻ, ഇട്ടി റഷീദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. തൃത്താല പട്ടിത്തറ തലക്കശ്ശേരി വേങ്ങശ്ശേരിക്കാവിൽ പ്രശ്നപരിഹാര തന്ത്രി പൂജയും കൂട്ടപ്രാർത്ഥനയും നടന്നു. വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം തന്ത്രിമാരായ പുഴക്കര ചേനാസ് ഹരിനമ്പൂതിരിപ്പാട്, സതീശൻ നമ്പൂതിരിപ്പാട്, ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് കൂട്ടപ്രാർത്ഥനയിലും പ്രശ്നപരിഹാര തന്ത്രി പൂജയിലും പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.